എടാ, നിങ്ങൾ ഈ പയറും ഉരുളക്കിഴങ്ങും വെച്ച് തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കടോ, അടിപൊളിയായിട്ടോ. എന്നാൽ ഇത് ഉണ്ടാക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അവിടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ തന്നെ മറക്കാതെ അമർത്തിയേക്കണേ. ഇതുണ്ടാക്കാനായി ആദ്യമേ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ചൂടായിട്ട് വന്നതിന് ശേഷം മാത്രം കടുകിട്ട് പൊട്ടിക്കുക. 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ഈ ഉഴുന്നിന്റെ ഒക്കെ കളർ ഒന്ന് മാറി വരണം, അതുവരെയും ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ഇതുപോലൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാനൊരു 10-15 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞൊന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആരും പേടിക്കണ്ട, തീ അല്പം കൂടിയിരുന്ന കേട്ടോ, അതുകൊണ്ട് പെട്ടെന്നൊരു പുകച്ചിലൊക്കെ വന്നത്. ഇത് ചെറുതായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് അത്യാവശ്യം ഒന്ന് വഴണ്ട് ഒന്ന് ട്രാൻസ്പെറന്റ് ആകുന്നത് വരെയും വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി അതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. കൂടെ ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പരുവം വരെ ചെറുതായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം, അത്രയൊക്കെ മതിയാവും. ഇനി അതിലേക്ക് ഞാനൊരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ്, ഒരുപാട് വലുതാക്കരുത്, ഈ പരുവത്തിനൊക്കെ ഒന്ന് അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ആ മസാലയായിട്ട് ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നല്ലപോലെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്ത് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങ് അടുക്കി പിടിക്കും കേട്ടോ. ഇതിപ്പോ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പയറും കൂടെ ചേർത്ത് കൊടുക്കാം. പയർ ഞാനിത് കണക്കതാണ്ട് അത്യാവശ്യം നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതിന് ചില നാട്ടിലൊക്കെ അച്ചിങ്ങ പയറെന്നും പറയും, ഞങ്ങളിവിടെ പയറെന്ന് മാത്രമേ പറയാറുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഈ കിഴങ്ങിന്റെ മസാലയായിട്ട് ഇത് നല്ലപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും, പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ദാണ്ടെ ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പയറും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫൈനലി ഇതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇല്ലാതെ എന്ത് തോരനല്ലേ. അപ്പൊ തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. ചിലർക്ക് തേങ്ങ നന്നായിട്ട് കടിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് അത്ര ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ. തേങ്ങയും കൂടെ ചേർത്ത് ഇതൊന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പം ഇതുവരെയും ഇതുപോലെ തോരൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഇനി ഒരു അടാറ് റെസിപ്പിയുമായി വീണ്ടും കാണാം.